പെട്ടെന്ന് തോന്നിയൊരു മന്തി പ്ലാൻ ആയിരുന്നു. എല്ലാവരും ഡ്യൂട്ടി കഴിഞ്ഞ് നേരെ പോയത് കഴക്കൂട്ടം ഗ്രിൽ ബേയിൽ നിന്ന് നമ്മൾ നല്ല മന്തി കഴിക്കാൻ വന്നതാണ്. വന്നപ്പോൾ തന്നെ നല്ല തിരക്കായതുകൊണ്ട് ഞങ്ങൾ ടോക്കൺ എടുത്തിട്ട് അവിടെ മൊത്തം ഇരുന്ന് ഫോട്ടോ എടുപ്പും വീഡിയോ എടുപ്പും ഒക്കെ ആയിരുന്നു. അങ്ങനെ ആറ്റുനോറ്റ് നമുക്കൊരു സീറ്റ് കിട്ടി. സീറ്റ് കിട്ടിയ സമയം തൊട്ട് ഞങ്ങൾ അലയ്ക്കാൻ തുടങ്ങിയതാണ്. എനിക്ക് തോന്നുന്നു ആ കടയിൽ ഏറ്റവും അലപ്പറ ഞങ്ങൾ തന്നെയായിരുന്നു. പിന്നെ ഞങ്ങൾ പെരി പെരി മന്തി ഓർഡർ ചെയ്തു. ഈ ചേട്ടൻ അവിടുത്തെ കോണ്ടന്റ് ക്രിയേറ്റർ ആണ്. പുള്ളിക്കാരൻ ഞങ്ങളുടെ വീഡിയോ എടുത്തോട്ടെ എന്നൊക്കെ ചോദിച്ചു. ഞങ്ങൾ ആ സമ്മതം അങ്ങ് മൂളി കേട്ടോ. അപ്പം നമ്മുടെ താരം എത്തി പെരി പെരി മന്തി. എൻ്റെ പൊന്നെ, സ്പൈസ് എന്നൊക്കെ പറഞ്ഞ പൊന്നോ അണ്ടകടാഹടം വരെ കത്തിപ്പോവും. പക്ഷെ എന്നാ ടേസ്റ്റാന്നും കൂടെ ഞാൻ പറയട്ടെ. അതിൻ്റെ കൂടെ ഇനി നിന്ന മാങ്ങാ മസാല അത് അടിപൊളിയായിരുന്നേ. ഫുഡ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് സ്റ്റാൻഡേർഡ് ഒന്നുമില്ല. ഞങ്ങൾ വലിച്ചു വാരി തിന്നുമായിരുന്നു. സത്യം പറഞ്ഞാൽ ഇത്രയും നാളും പട്ടിണിയായിരുന്നോ എന്ന് വരെ അടുത്തുള്ള ആൾക്കാർ ചോദിക്കാൻ മുതിർന്നു. കാരണം അമ്മാതിരി തീറ്റയാണ് ഞങ്ങൾ തിന്ന് തീർത്തത്. അർമാദം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് അർമാദത്തിൻ്റെ അങ്ങ് അറ്റമായിരുന്നു. ഫുള്ള് കുത്തി കയറ്റി തിന്ന് ഞങ്ങൾ കൈയും കഴുകി മൂന്നിച്ച് പോയി പേയ്മെൻറ്റും ചെയ്തു. അതാണ് ആ മനസ്സ്. അത് കഴിഞ്ഞ് പിന്നെ അവിടെ മൊത്തം ചുറ്റിത്തിരിഞ്ഞ് ഫോട്ടോയൊക്കെ എടുത്ത് വീഡിയോ ഒക്കെ എടുത്ത് പിന്നെ അനന്ത് വീട്ടിലത്തേക്കുള്ള പാഴ്സലും വെച്ച് ചാടി തുള്ളി വരുമായിരുന്നു. പിന്നെ ഞങ്ങൾ വീട്ടിലോട്ട് പോകാനുള്ള ഒരു തത്രപ്പാടിലാണ്. കുറച്ച് നടന്ന് ദഹിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതായത് അനന്ത് റാപ്പിഡോ ബുക്ക് ചെയ്ത് പോയി. ഞങ്ങൾ ഇവരുടെ പിറകെ ഹോസ്റ്റലിൽ പോയി. ഹോസ്റ്റലിൽ പോകുന്ന എന്തിനാ? ചായ കുത്തി കയറ്റാൻ. ഇതിൻ്റെയൊക്കെ എവിടെ വയറെന്ന് ചോദിച്ചാൽ ആരും കണ്ടു വെക്കല്ലേ. അത് ഒരു അറബിക്കടൽ കണക്ക് വയറുള്ളത് കൊണ്ട് അവിടെ പൂച്ചയെ കണ്ടു. പിന്നെ ചായ ഞങ്ങൾ 2 പേര് കട്ടൻ 2 പേര് കാപ്പി. അങ്ങനെ പാവം മനുഷ്യക്ക് സീറ്റിയില്ല. അവരവിടെ ഇവിടെ കടത്തിണ്ടയിലൊക്കെ ഇരുന്ന് ചായയും കുടിച്ച് പിന്നെ അവരെന്നെ വീട്ടിൽ കൊണ്ടാക്കുവാണ്. പാവം എന്നെ വീട്ടിൽ കൊണ്ടാക്കി സേഫ് ആക്കിയിട്ട് പുള്ളിക്കാരി വീട്ടിലോട്ട് പോയി. അങ്ങനെ ഇന്നത്തെ ദിവസം കുശാൽ.